ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രിസ്മസ് ഒരുക്ക ധ്യാനത്തിൻ്റെ 20ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. പുൽത്തൊഴുത്തിൽ പിറന്ന ഈശോയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിൻ്റെ കാലമാണിത്. കാത്തിരിപ്പ് സ്നേഹത്തിൻ്റെ പ്രകാശനമാണ്. എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കാൻ നമ്മൾ കാത്തു നിൽക്കാറുണ്ടല്ലോ. അന്യരെ സ്വീകരിക്കാൻ നമ്മൾ കാത്തു നിൽക്കാറില്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ് നമ്മൾ സ്വീകരിക്കാനായി കാത്തിരിക്കാറുള്ളത്. ഈശോയുടെ ജനനത്തിന് വേണ്ടി ലോകം മുഴുവൻ കാത്തിരുന്നു എന്നതിൻ്റെ അർത്ഥം ലോകത്തുള്ള എല്ലാവരും ഈശോയെ സ്നേഹിച്ചിരുന്നു എന്ന് തന്നെയാണ്. ഇന്നും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എല്ലാവരും ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ എല്ലാവരുടെ ഹൃദയത്തിൽ ഈശോയോട് ഒരു ദിവ്യമായ സ്നേഹമുണ്ട്. രണ്ടാം വത്തിക്കാൻ സുവനകദോസ് ഈ ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി എന്തെന്ന് എല്ലാ മെത്രാന്മാരും കൂടി വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നപ്പോൾ അവർക്ക് ലഭിച്ച ബോധ്യങ്ങളാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ രേഖകളിൽ സുപ്രധാനമായ ഒന്നാണ് സഭ ആധുനിക ലോകത്തിൽ. ആ രേഖയുടെ 45ാം ഖണ്ഡികയിൽ രണ്ടാം വത്തിക്കാൻ സുവർണദോസ് പിതാക്കന്മാർ ഒന്നടങ്കം ഇങ്ങനെ പ്രഖ്യാപിച്ചു: മനുഷ്യവംശത്തിൻ്റെ കേന്ദ്രം ക്രിസ്തു തന്നെ, എല്ലാ ഹൃദയങ്ങളുടെയും ആനന്ദവും അഭിലാഷപൂർത്തിയും ക്രിസ്തുവാണ്. എല്ലാ ഹൃദയങ്ങളുടെയും ആനന്ദവും അഭിലാഷപൂർത്തിയും ക്രിസ്തുവാണ്. അതേ, സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുകയാണ്: ജാതി മതഭേദമന്യേ സകല മനുഷ്യരും ദാഹിക്കുന്നതും കൊതിക്കുന്നതും അന്വേഷിക്കുന്നതും യേശുക്രിസ്തുവിനെയാണ്. ഇന്ത്യൻ ബ്രഹ്മസമാജത്തിൻ്റെ നേതാവായ കേശവ ചന്ദ്രസൻ്റെ വാക്കുകൾ നമ്മെ ആവേശം കൊള്ളിക്കും. അദ്ദേഹം പറഞ്ഞു: ഇന്ത്യ എന്നെ ഫൽസിച്ചാലും ഹിംസിച്ചാലും എൻ്റെ ജീവരക്തം ഊറ്റിയെടുത്താലും ശരി, യേശുനാഥ, ഞാൻ അങ്ങേക്ക് അർച്ചന തുടരും. എൻ്റെ ക്രിസ്തുവേ, എൻ്റെ ഹൃദയത്തിൻ്റെ മാണിക്യമേ, എൻ്റെ ആത്മാവിൻ്റെ ആഭരണമേ, ഈ തകർന്ന ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ ഞാൻ അങ്ങേ ഭജിക്കുന്നു. കഴിഞ്ഞ 20 വർഷങ്ങളായി പൗലോസിനെ പോലെ ഞാനും പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെയും അന്തർദാഹം ഈശോയെ കണ്ടെത്താനും ഈശോയെ സ്നേഹിച്ച് ജീവിക്കാനും വേണ്ടിയാണ്. ആ സ്ഥിതിയിലേക്ക് എത്താത്ത എല്ലാ മനുഷ്യരും അസ്വസ്ഥരും അസംതൃപ്തരും ദുഃഖിതരും ആണെന്നതിൽ സംശയമില്ല. ഏറ്റവും വലിയ സമ്പന്നരും ഏറ്റവും വലിയ സെലിബ്രിറ്റീസുമെല്ലാം ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താതെ നിരാശയിലേക്ക് കൂപ്പുകുത്തി ആത്മഹത്യ ചെയ്യുന്നതായി നമ്മൾ കൂടെ വായിക്കുന്ന വാർത്തയാണ്. ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നത് വരെ നമ്മളുടെ ദാഹം എങ്ങും എത്തുന്നില്ല. അതിനാൽ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന നമുക്ക് നമ്മുടെ ഉള്ളിൽ സ്വഭാവേനയുള്ള യേശുവിന് വേണ്ടിയുള്ള ദാഹത്തെ ശ്രദ്ധിക്കണം. യേശുവിനെ സ്വന്തമാക്കാനുള്ള ആ അതിയായ ആഗ്രഹത്തെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശ്രദ്ധ മുഴുവനും ഈ ക്രിസ്മസിൻ്റെ ബാഹ്യ ആഘോഷങ്ങളിലേക്കോ ആഡംബരങ്ങളിലേക്കോ വ്യതിചലിച്ച് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മറിച്ച് യേശു ക്രിസ്തുവിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയണം. അതുകൊണ്ടാണല്ലോ കർത്താവിനെ കണ്ടെത്താൻ വിദൂരങ്ങളിൽ നിന്ന് വന്ന ആ 3 ജ്ഞാനികളായ രാജാക്കന്മാർ കൊട്ടാരത്തിൽ കയറിയത് യേശുവിനെ കാണാൻ വേണ്ടിയല്ല,
യേശു എവിടെയാണെന്നുള്ള ഔദ്യോഗികമായ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി പോയതാണ്. അവർ യേശുവിനെ കണ്ടെത്താൻ പരിശ്രമിക്കുകയാണ്, യേശുവിനെ അന്വേഷിക്കുകയാണ്, യേശുവിനെ കണ്ടെത്തുകയും ചെയ്തു. അതോടെയാണ് അവരുടെ ജീവിതം ധന്യമായത്. ഈ പൂജരാജാക്കന്മാരുടെ യേശു അന്വേഷണത്തെപ്പറ്റി മറ്റൊരു വിചിന്തനത്തിൽ നമുക്ക് അത് കൂടുതൽ ധ്യാനിക്കാൻ സാധിക്കും. അതിനാൽ ഈ കർത്താവിൻ്റെ ജനനത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 16-ാം അധ്യായത്തിലാണ് 22-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പോലും പറയുകയാണ്, ആരെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. പൗലോസ് അപ്പോസ്തലൻ ഒരു ശാപവാക്ക് പറയുകയല്ല ഇവിടെ, മറിച്ച് കർത്താവിനെ സ്നേഹിക്കാത്തവരുടെ ജീവിതം അനുഗ്രഹപ്രദമാകുകയില്ല എന്ന സത്യം വിളിച്ചു പറയുകയാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമാനന്ദം. അതുകൊണ്ടാണ് ബെനഡിക്റ്റ് പാപ്പ ഇങ്ങനെ പറഞ്ഞത്, മനുഷ്യൻ തേടുന്ന സന്തോഷത്തിന് ഒരു മുഖവും ഒരു പേരുമുണ്ട്, അത് നസ്രായനായ യേശു. നസ്രായനായ യേശുവിനെയാണ് എല്ലാ ഹൃദയങ്ങളും ദാഹിക്കുന്നത്. അവനെ കണ്ടെത്തുമ്പോൾ എല്ലാവരും സംതൃപ്തരാകും. എന്നാൽ ക്രിസ്മസ് എല്ലാ മനുഷ്യരുടെയും ആഘോഷമാണ്. എല്ലാ ഹൃദയങ്ങളും ഈശോയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കുന്നു. ഈ ക്രിസ്മസ് നമുക്ക് ആ രീതിയിൽ ഈ ക്രിസ്മസിനെ കാണുകയും ഒരുങ്ങുകയും ചെയ്യാം. ഈശോയോടുള്ള നമ്മുടെ സ്നേഹം നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് പരിശ്രമിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഡെൽവിൻ എന്നാണ്. ഞാൻ നല്ലൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. പക്ഷേ ചെറുപ്പം മുതലേ എനിക്ക് ഈ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും കാറ്റിസത്തിന് പോണതിലൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷേ എൻ്റെ അമ്മയും അപ്പയും ഇങ്ങനെ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ പോയി മാസാദി വെള്ളിയാഴ്ച പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അതിലൂടെയാണ് ആദ്യത്തെ അബൈഡ് ധ്യാനത്തെക്കുറിച്ച് അവരറിയാനിടയാകുന്നത്, പിന്നെ ഞാൻ പങ്കെടുക്കാനിടയാകുന്നത്. അബൈഡ് ധ്യാനത്തിൽ ആദ്യമായി പങ്കെടുത്തതിന് ശേഷം എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിൻ്റെ സ്നേഹം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതായത് എനിക്ക് അനുഭവപ്പെട്ടു. അത് എങ്ങനെയാണ് വാക്കുകളിൽ പറയേണ്ടതെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല. വിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലായി. വിശുദ്ധ കുർബാനയിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായി. കർത്താവിൻ്റെ ശരീരവും തിരുരക്തവും നമുക്കായി പങ്കുവെച്ച് നൽകുന്നത് അതെനിക്കൊരു അനുഭവമായി മാറി. പിന്നെ എനിക്ക് വിശുദ്ധ കുർബാന ഒരു അനുഭവമായി മാറി. എപ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താലും അതെനിക്കൊരു അനുഭവമായിരുന്നു. പക്ഷേ എന്തിരുന്നിരുന്നാലും ചില തെറ്റുകളിലേക്കും ബലഹീനതകളെയും എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതെനിക്ക് ഒരുപാട് വിഷമമായിരുന്നു. പിന്നെ ഞാൻ തിരിച്ച് ഒരു ധ്യാനം കൂടി തിരിച്ച് റിന്യൂവലിലേക്ക് വരാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ എൻജിനീയറിങ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എൻ്റെ ഓസ്ട്രേലിയയിലേക്കുള്ള ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറെടുപ്പ് തുടങ്ങി. അപ്പോൾ അതിൽ എഡ്യൂക്കേഷൻ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഞാനൊരു ധ്യാനം കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ചിറ്റൂരിൽ വന്നൊരു ധ്യാനം കൂടുകയുണ്ടായി. ധ്യാനം കൂടിക്കഴിഞ്ഞ് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവ് എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ പറഞ്ഞു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ ഞാൻ കർത്താവിന് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ കർത്താവിൻ്റെ അടുത്ത് വരികയും അത് സാധിച്ചു കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു പോവുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ വിസ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് 3 മാസം വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു പാർട്ട് ടൈം ജോബ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അത് വേണ്ടെന്ന് വെച്ച് ഞാൻ ഇവിടെ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ അബൈഡ് ശുശ്രൂഷകനായിട്ട് ശുശ്രൂഷ ചെയ്തു തുടങ്ങി. ഈ ഒരു തീരുമാനം എൻ്റെ ലൈഫിനെ ആകെ മാറ്റിമറിച്ചു. കാരണം അബൈഡ് ശുശ്രൂഷകനായിട്ട് ശുശ്രൂഷ ചെയ്തു തുടങ്ങിയ പിന്നെ എനിക്ക് എൻ്റെ സ്പിരിച്വൽ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കിട്ടി. അതായത് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉയരുവാനും അതിൽ നിലനിന്ന് പോകുവാനുള്ള ഒരു വലിയ കൃപ എനിക്ക് കിട്ടി. അത്
ഇതിനു മുൻപ് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചെങ്കിലും എനിക്കൊരിക്കലും ഈ ഒരു കൃപ കിട്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവ് എന്നെ ദൈവവിളിയിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ ആ വിളി സ്വീകരിച്ച് ഞാനിപ്പോൾ കപ്പൂച്ചിൻ സന്യാസ സഭയിലെ അംഗമാണ്. ഞാൻ 2ാം വർഷ വൈദിക വിദ്യാർത്ഥിയാണ്. അപ്പോൾ പിന്നെ വേറൊരു ബോധ്യം കർത്താവ് എനിക്ക് തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ സാത്താൻ അതിനെ തടസ്സപ്പെടുത്താനായിട്ട് ഒരുപാട് ശ്രമിക്കും. ഇപ്പോൾ ഞാൻ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണെങ്കിൽ, എൻ്റെ കൂടെ ഓസ്ട്രേലിയയിൽ വർക്ക് വിസയ്ക്ക് വേണ്ടി പോയിരുന്ന ഒരു കൂട്ടുകാരൻ ഞാൻ ഓണം വെക്കേഷന് സെമിനാരിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, നിനക്ക് ഇവിടെ ജോലി റെഡിയാണ്, ഒരാൾക്കുള്ള ജോലി ഇവിടെ റെഡിയാണ്, നീ നിൻ്റെ ബയോഡേറ്റ മാത്രം ഒന്ന് അയച്ചു തന്നാൽ ഇവിടെ 3 മാസം പ്രതിമാസം 3 ലക്ഷം പ്രതിമാസം ജോലി ലഭിക്കുന്ന ഒരു ജോലി നിനക്ക് റെഡിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇതെനിക്കൊരു പ്രലോഭനമായിട്ടാണ് തോന്നിയത്. എനിക്കത് ഒട്ടും അട്രാക്റ്റീവായിട്ട് തോന്നിയില്ല. അത് എന്നെ ഒരുപാട് ആശ്ചര്യപ്പെടുത്തുന്നു. കാരണം അതിനു മുൻപ് ഞാൻ എൻ്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓടി നടക്കുകയും ഒരുപാട് ടെൻഷൻ അടിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ സന്യാസ ജീവിതത്തിലേക്ക് എൻ്റർ ചെയ്തേ പിന്നെ എനിക്കതൊട്ടും അട്രാക്റ്റീവായിട്ട് തോന്നുന്നില്ല. എൻ്റെ സന്യാസ ജീവിതത്തിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്.